പ്പെടേണ്ടവരും സ്നേഹബന്ധം ഉണ്ടാക്കപ്പെടേണ്ടവരുമാണ്. അഭിപ്രായങ്ങളിൽ വ്യത്യാസമുണ്ടാകാം, പക്ഷെ അവരെന്ത് ചെയ്യണം? ആ സ്നേഹബന്ധം നിലനിർത്തണം. എന്നിട്ട് അദ്ദേഹം ഒരു പോയിന്റ് കൂടി പറയാണ്. നേരത്തെ ഇബ്നുൽ ഖയ്യിമുൽ ജൗസി റഹിമഹുല്ല പറഞ്ഞ അതേ ഒരു പോയിന്റ് അദ്ദേഹം പറയാണ്. ഇന്നി അഖൂൽ, എന്നാൽ ഞാൻ പറയട്ടെ, ഇന്നൽ ഇഖ്തിലാഫ ഫിർ റഅയി ഇദാ കാന മബ്നിയൻ അല ദലീൽ. അഭിപ്രായത്തിലുള്ള വ്യത്യാസം ഏതെങ്കിലും ദലീലിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ, ഒരു തെളിവുണ്ട്, ആ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന വ്യക്തി ഇന്ന പണ്ഡിതൻ ഒരഭിപ്രായം പറഞ്ഞതെങ്കിൽ, ഫലൈസ ഇഖ്തിലാഫൻ ഫിൽ ഹഖീഖ, യഥാർത്ഥത്തിൽ അതെന്തല്ല, അതിന് ഇഖ്തിലാഫ് എന്ന് പറയില്ല. ഒരാൾ ദലീലിന്റെ അടിസ്ഥാനത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞാൽ അതെങ്ങനെ ഇഖ്തിലാഫാവുക? മറിച്ച് അത് പ്രവാചകനോട് അല്ലെങ്കിൽ പ്രവാചകന്റെ സുന്നത്തിനോട് യോജിക്കാണ് ആ വ്യക്തി ചെയ്യുന്നത്. മറ്റൊരാൾ മറ്റൊരു ദലീലാണ് അയാൾ സ്വീകരിക്കുന്നതെങ്കിൽ പോലും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു ദലീലിന്റെ അടിസ്ഥാനത്തിൽ ഒരു അഭിപ്രായം പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് ഇഖ്തിലാഫ് അല്ല. കാരണം ലിഅന്ന കുല്ലൻ മിനൽ മുഖ്തലിഫീന ഇന്നമാ യുരീദുൽ അമല ബിദ്ദലീൽ. ഈ അഭിപ്രായ വ്യത്യാസത്തിലുള്ള ഓരോ കക്ഷിയും എന്തേ ഉദ്ദേശിക്കുന്നുള്ളൂ? ദലീലിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കണമെന്ന് മാത്രമേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. ഫഹും മുത്തഫിഖൂന ഫിൽ വാഖിഅ, യഥാർത്ഥത്തിൽ അവർ ഐക്യത്തിൽ തന്നെയാണ്. ലാകിന്നഹും മുഖ്തലിഫൂന ഫീ ഫഹ്മി ഹാദ ദലീൽ, പക്ഷെ ദലീൽ മനസ്സിലാക്കുന്നതിൽ അവർക്കിടയിൽ എന്തുണ്ടായി? വ്യത്യാസമുണ്ടായി. വഹാദൽ ഇഖ്തിലാഫു ഫിൽ ഫഹ്മി അംറുൻ മൗജൂദുൻ ഫീ ബനി ആദം. ഇത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മക്കളിൽ എന്താണത്? അത് മൗജൂദാണ്. ആദം നബിയുടെ മക്കളാണോ എങ്കിൽ ഇത്തരത്തിലുള്ള ഇഖ്തിലാഫുകൾ സ്വാഭാവികമാണ്. വലാ യദുറു വലാ യുഅദ്ദി ഇലൽ ഇഖ്തിലാഫ് അൽ ഖുലൂബ് മഅ ഹുസ്നിൻ നിയ്യ. ഇതൊരിക്കലും ഹൃദയങ്ങൾ തമ്മിൽ അകലാൻ കാരണമായി തീരരുത്. ഹൃദയങ്ങൾ തമ്മിൽ അകന്നു പോവാൻ ഇത് ഒരിക്കലും കാരണമായി തീരരുത്. നിങ്ങൾ നോക്കൂ, മദ്ഹബിന്റെ ഇമാമിയങ്ങളിൽ പലരും ഒരാൾ മറ്റൊരാളുടെ ശിഷ്യനാണ്. ഒരാൾ ഉസ്താദാണെങ്കിൽ മറ്റേത് താലിബാണ്, തിൽമീദാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ തന്നെ പറയുകയാണ്, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയോട് എനിക്ക് പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഫിഖ്ഹിന്റെ കിതാബുകൾ പരിശോധിച്ചാൽ എനിക്കും നിങ്ങൾക്കും മനസ്സിലാകും. എന്നിട്ടും ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറയുകയാണ്, കഴിഞ്ഞ 30 വർഷമായി എന്റെ ഉസ്താദായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലുമില്ല. എന്റെ ഉസ്താദിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലുമില്ല. എമ്പാടും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒരു വ്യക്തി സ്വന്തം താല്പര്യത്തിന്റെ പേരിൽ ഉണ്ടാക്കുകയല്ല. അങ്ങനെയാണെങ്കിൽ അത് പാടില്ലാത്തതാണ്. നേരത്തെ ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ഇബ്നു ഫൗസാൻ പറഞ്ഞതുപോലെ വ്യക്തിപരമായ താല്പര്യങ്ങളുടെ പേരിലോ ഏതെങ്കിലും കക്ഷികളോടുള്ള അന്ധമായ വിധേയത്വത്തിന്റെ പേരിലോ ഒരാൾ ഉണ്ടാക്കി തീർക്കുന്ന ഇഖ്തിലാഫുകൾ അത് ഇതിൽ പെടുകയില്ല. എന്നാൽ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ, ദലീലുകളുടെ അടിസ്ഥാനത്തിൽ, പണ്ഡിതന്മാരുടെ കൗലുകളുടെ പിൻബലത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും വ്യക്തി ഒരു അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായത്തിന്റെ മേൽ ചാടി വീഴാനോ ആ അഭിപ്രായം പറഞ്ഞ വ്യക്തിയെ മൻഹജിൽ നിന്ന് തന്നെ പുറത്താക്കാനോ അയാളെ ചീത്ത പറയാനോ ഒന്നും തന്നെ യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾക്ക് പാടില്ല എന്ന് അശ്ശൈഖ് സാലിഹ് മുഹമ്മദ് ബിൻ സാലിഹുൽ ഉസൈമീൻ റഹിമഹുല്ലാ വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ അസ്സഹ്വത്തുൽ ഇസ്ലാമിയ്യ എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നു. വീണ്ടും അദ്ദേഹത്തോടൊരു ചോദ്യം, മാ റഅയ്യുകും ഫീ മൻ യഖൂൽ നജ്തമിഉ ഫീമ ഇത്തഫഖ്നാ ഫീഹി വയഅദിറു ബഅ്ദുനാ ബഅ്ളൻ ഫീമ ഇഖ്തലഫ്നാ ഫീഹി. ചില ആളുകൾ പറയുന്നു, ഞങ്ങൾ യോജിച്ച വിഷയങ്ങളിൽ ഞങ്ങൾ ഒരുമിക്കുന്നു, ഞങ്ങൾ തമ്മിലുള്ള അഭിപ്രായങ്ങളിൽ യോജിക്കുന്ന വിഷയത്തിൽ ഞങ്ങൾ യോജിക്കുന്നു. എന്നാൽ എന്നാൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് കൊടുക്കും? ഉദുറ് കൊടുക്കുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പൊ അദ്ദേഹം വളരെ തഫ്സീലോടുകൂടി പറഞ്ഞ ഒരു കാര്യം ഞാൻ എന്റെ ശ്രോതാക്കളുടെ ശ്രദ്ധയിലും എന്റെ ശ്രദ്ധയിലും പെടുത്തുകയാണ്. ഈ തഫ്സീൽ, ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾ മുഴുവൻ മനസ്സിലാക്കുന്നിടത്ത് ഈ തഫ്സീൽ നമ്മൾ ഖായിദയായി എന്ത് ചെയ്യണം? കൊണ്ടുവരണം. നേരത്തെ പറഞ്ഞതിനൊക്കെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് ഞാൻ ഈ അവസാനം പറയുന്ന ഇബാറത്തുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. കാരണം കഴിഞ്ഞ നമ്മളുടെ ദൗറയിലെ പരാമർശങ്ങളെ തന്നെ സന്ദർഭത്തിൽ നിന്നും അതുപോലെ നാം ഉദ്ദേശിക്കാത്ത മേഖലകളിലും പല സഹോദരന്മാരും അതിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്ന് അവരുടെ നിരൂപണങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് അത്തരം തെറ്റിദ്ധാരണകളിലേക്ക് നീങ്ങാതിരിക്കുവാൻ വേണ്ടി
ഞാൻ എന്റെ ശ്രോതാക്കളെ ബോധ്യപ്പെടുത്തുന്ന കാര്യം, അദ്ദേഹത്തോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോ, അഥവാ യോജിപ്പുള്ള വിഷയത്തിൽ ഞങ്ങൾ ഐക്യപ്പെടുന്നു, ഇഖ്തിലാഫുള്ള വിഷയത്തിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച കൊടുക്കുന്നു, എന്താ നിങ്ങളുടെ അഭിപ്രായം? അൽ ജവാബ്. അപ്പൊ അദ്ദേഹം അതിന് മറുപടി പറയാണ്, റഅയ്നാ ഫീ ഹാദിഹിൽ കലിമ അന്ന ഫീഹാ ഇജ്മാലൻ. ഇവിടെ മൊത്തത്തിൽ ഇജ്മാലായി മൊത്തത്തിൽ പറയേണ്ട ഒരു ഉത്തരമുണ്ട്. ഏതാണ്? അതൊന്നാമത്തെ പാർട്ടാണ്. എന്താണ്? അമ്മാ നജ്തമിഉ ഫീമ ഇത്തഫഖ്നാ ഫീഹി ഫഹാദാ ഹഖ്ഖുൻ. ഇഖ്തിലാഫില്ലാത്ത യോജിക്കുന്ന ഒരു വിഷയത്തിൽ ഞങ്ങൾ ഒന്നാണ്, അതിൽ പിന്നെ വേറെ വിശദീകരണം വേണ്ട, അതൊന്നാവുക തന്നെ വേണം. എന്നാൽ രണ്ടാമത്തെ കലിമത്തുണ്ടല്ലോ, എന്താ രണ്ടാമത്തെ കലിമത്ത്? വഅമ്മാ യഅ്ദിറു ബഅ്ളുനാ ബഅ്ളൻ ഫീമ ഇഖ്തലഫ്നാ. എന്നാൽ ഞങ്ങൾ വിയോജിക്കുന്ന വിഷയത്തിൽ ഞങ്ങൾ എന്തുണ്ട്? ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉദുറു കൊടുക്കുന്നു. അതൊന്ന് തഫ്സീൽ ചെയ്യണം. അതെന്ത് ചെയ്യണം? തഫ്സീൽ ചെയ്യണം, ഒന്നുകൂടി വ്യക്തമാക്കി പറയണം. എന്നിട്ട് അദ്ദേഹം പറയാണ്, فما كان الاجتهاد فيه سائغا فإنه يعذر بعضنا بعضا فيه. ഇജ്തിഹാദിന് സാധ്യതയുള്ള ഒരു വിഷയമാണെങ്കിൽ, ദലീലിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ നാം എന്ത് ചെയ്യുന്നു? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്യുക തന്നെ ചെയ്യും. എന്നാൽ വലാകിൻ ലാ യജൂസു അൻ തഖ്തലിഫ അൽ ഖുലൂബ് മിൻ അജ്ലി ഹാദൽ ഖിലാഫ്. പക്ഷെ അദ്ദേഹം പറയാണ്, ഈ ഖിലാഫ് ഒരിക്കലും ഹൃദയങ്ങൾ തമ്മിൽ അകന്നു പോവാൻ കാരണമാവരുത്. എന്നാൽ വ ഇമ്മാ ഇൻ കാനൽ ഇജ്തിഹാദു ഗൈറു സായിഗിൻ. ഇജ്തിഹാദിന് ഒരു സ്കോപ്പുമില്ല. പിന്നെയോ ദലീൽ വ്യക്തമാണ്. ആ ദലീലിന് അപ്പുറത്തൊരു മറുപടി പറയാൻ മറ്റൊരു ദലീൽ ഇല്ല എങ്കിലോ ഫഇന്നനാ ലാ നഅ്ദിറു മൻ ഖാലഫ ഫീഹി. അവിടെ നമ്മൾ ഒരു ഉദുറ് കൊടുക്കില്ല, അവിടെ ദലീലിനെ പിൻപറ്റിക്കൊള്ളണം. വയജിബു അലൈഹി അൻ യഖ്ളഅ ലിൽ ഹഖ്. അവിടെ എന്താണോ ദലീൽ കൊണ്ട് സ്ഥിരപ്പെട്ടത് അതിനെ പിൻപറ്റാനും അതിന് കീഴൊതുങ്ങാനും നിർബന്ധമാണ്, വാജിബാണ് മുസ്ലിമീങ്ങൾക്ക്. അവിടെ പിന്നെന്ത് പാടില്ല? അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തരക്കേടില്ല, എല്ലാം ആയിക്കോട്ടെ എന്ന സമീപനമല്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചത്, ഇഖ്തിലാഫ് രണ്ട് വിധമുണ്ട്. ഒന്ന് മൻഹജിൽ നിന്ന് തന്നെ പുറത്തു പോകുന്നതും, ഒന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മൻഹജിൽ നിന്ന് പുറത്തു പോവാത്തതും. അങ്ങനെ മൻഹജിൽ നിന്ന് പുറത്തു പോവാത്ത മസ്അലകളിലും മറ്റുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ആ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നാം മനസ്സിലാക്കിയ ദലീൽ അനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യാം. പക്ഷേ മറ്റൊരാൾ അതിനെതിരായ ഒരു സമീപനം സ്വീകരിക്കുന്നതിന്റെ പേരിൽ അയാളെ ചീത്ത പറയാനോ അയാളുടെ മേലെ അതിക്രമം കാണിക്കുവാനോ ശത്രുത കാണിക്കുവാനോ പാടില്ല. ഇങ്ങനെ 3-4 പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇതിൽ ഒന്നുപോലും എന്റെ പോക്കറ്റിൽ നിന്നല്ല എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഇതൊക്കെ പണ്ഡിതന്മാർ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്ത് വളരെ തഫ്സീലോടുകൂടി വിശദീകരിച്ച കാര്യമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഇതാണ് ഇന്നത്തെ ദൗറയിൽ, ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് എന്നെയും ഇത് കേൾക്കുന്ന എല്ലാ ആളുകളെയും ഇതിലൊരു വിവേചനമില്ല, മറിച്ച് മുസ്ലിമീങ്ങളായ ഏതൊരാളും മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന നിലക്കാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ ഈ വിഷയം ഉണർത്തുന്നത്. അതുപോലെ ഇന്ന് ഞാൻ എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ കാര്യം, ലാഹിറായോ ബാത്തിനായോ ഇസ്ലാമിൽ നിന്നും ഈമാനിൽ നിന്നും പുറത്തു പോകാത്ത ഒരു കാരണങ്ങൾ കൊണ്ടും ഒരാൾ സലഫിയത്തിൽ നിന്നും എന്ത് ചെയ്യൂല? പുറത്തു പോകൂല. ശരിക്ക് ശ്രദ്ധിക്കുക. ഒരാൾ ഇസ്ലാമിൽ നിന്നും ഈമാനിൽ നിന്നും പുറത്തല്ല, ലാഹിറായോ ബാത്തിനായോ ആയ ചെറുതോ വലുതോ ആയ കുഫറുകളൊന്നും സംഭവിക്കാത്ത ഒരു വ്യക്തി, ആ വ്യക്തി സലഫിയത്തിൽ നിന്നും എന്തല്ല? പുറത്തല്ല. കാരണം ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തല്ല, മുസ്ലിം തന്നെയാണ്, മുഅ്മിനാണ്, എന്നാൽ അയാൾ സലഫിയത്തിലല്ല, സലഫി മൻഹജിന് പുറത്താണ് എന്നൊരാൾ പറഞ്ഞാൽ അയാൾ വാദിക്കുന്നത് ഇസ്ലാമിന്റെ വഴിയൊന്ന് വേറെ, സലഫിയത്തിന്റെ വഴി വേറെ എന്നാണ്. എന്നാൽ അങ്ങനെ രണ്ട് തരീഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല.
വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഉ വലാ തത്തബിഉ സുബുല ഫതഫറഖ ബികും അൻ സബീലി. ഒരൊറ്റ വഴിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വഴി, ഫിർഖത്തുൻ നാജിയയുടെ വഴി. ആ വഴി തന്നെയാണ് ഇസ്ലാമിന്റെ വഴി. കാരണം യഥാർത്ഥ ഇസ്ലാം എന്താണ്, യഥാർത്ഥ ഇസ്ലാമിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, ആചരിക്കേണ്ടത് എന്നതിന് പിൽക്കാലഘട്ടത്തിൽ നൽകപ്പെട്ട നിർവചനമാണെന്ത്? സലഫിയത്ത് എന്നത്. പിൽക്കാലഘട്ടത്തിൽ നൽകപ്പെട്ട ഒരു പേരാണത്. എന്നാൽ അത് ഇസ്ലാമല്ലാത്ത മറ്റു വല്ലതുമാണോ? ഇസ്ലാമിന് സമാന്തരമായി നിലകൊള്ളുന്ന മറ്റൊരു മൻഹജാണോ? അല്ല. അതുകൊണ്ട് തന്നെ ഈമാനിൽ നിന്നോ ഇസ്ലാമിൽ നിന്നോ പുറത്തു പോവാത്ത ഒരു കാരണം കൊണ്ടും, പ്രത്യേകം നോട്ട് ചെയ്യുക, ലാഹിറാവട്ടെ ബാത്തിനാകട്ടെ, അത് അല്ലെങ്കിൽ ചെറുതോ വലുതോ ആയ കുഫറാകട്ടെ, ഏതു തന്നെയാകട്ടെ, ഇസ്ലാമിൽ നിന്ന് ഈമാനിൽ നിന്ന് പുറത്തു പോകാത്ത ഒരു കാരണം കൊണ്ടും ഒരാൾ സലഫിയത്തിൽ നിന്ന് എന്ത് ചെയ്യൂല? പുറത്തു പോവുകയില്ല. അല്ല, ഒരാൾ മുസ്ലിം എന്നാണ്, അയാൾ ഖിയാമത്ത് നാളിൽ സ്വർഗത്തിൽ തന്നെയാണ്, പക്ഷെ അയാളെ സലഫിയായി കണക്കാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അവിടെ ഇസ്ലാമും സലഫിയത്തും രണ്ടും രണ്ട് വഴികളാണ് എന്ന ഒരു ധ്വനി, എന്ന ഒരു ആശയം ജനങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഇസ്ലാം എത്രമാത്രം സാധാരണക്കാരുടെ മതമാണോ അത്ര തന്നെ സലഫിയത്തും സാധാരണക്കാരെ ഉൾക്കൊള്ളുന്നതാണ്. ചില ആളുകൾ ആമ്മത്തുന്നാസിന് അല്ലെങ്കിൽ മുസ്ലിമീങ്ങളിലുള്ള പൊതു മുസ്ലിമീങ്ങളെ അത്തരം ആളുകളുടെ തെറ്റുകളും ചെയ്തികളും അബദ്ധങ്ങളും ഒക്കെ അവർ മുസ്ലിമീങ്ങളാണെങ്കിലും സലഫിയത്തിന്, സലഫി സമൂഹത്തിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തവരാണ് എന്ന അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നത് കാണാം. അങ്ങനെ സമൂഹത്തിലെ ഒരു പ്രത്യേക കാറ്റഗറിയിലും ഉയർന്ന നിലവാരത്തിലും പെട്ട ആളുകൾക്കല്ലാതെ മറ്റൊരാൾക്കും സലഫി എന്ന് പറയാൻ പറ്റില്ല എന്ന ഒരു സമീപനം സമീപകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് ശരിയല്ല. മറിച്ച് ഒരാൾ എത്ര അറിവ് കുറഞ്ഞ ആളാണെങ്കിലും ശരി, ഇനി അറിവ് കൂടുതലില്ല, ഇനി അബദ്ധങ്ങളും തെറ്റുകളും പോരായ്മകളും കുറ്റങ്ങളും സംഭവിക്കുന്ന ആളാണെങ്കിലും ശരി, ആ വ്യക്തി സലഫി തന്നെയാണ്. ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ഇബ്നു ഫൗസാനിന്റെ ഒരു മുഹാളറയിലെ ഒരു ചോദ്യോത്തരത്തിൽ അദ്ദേഹത്തോട് ആരൊക്കെയാണ് സലഫികൾ, ആരൊക്കെ സലഫികളല്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ ഒറ്റ വാചകത്തിൽ ഒരു മറുപടിയുണ്ട്: ലോകത്തിലെ മുഴുവൻ മുസ്ലിമീങ്ങളും സലഫികളാണ്. എന്നാൽ അവരിൽ നിന്ന് മുകഫിറാത്തായ, ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന അഖീദയോ മൻഹജോ വെച്ചു പുലർത്തുന്നവർ ഒഴികെ. അങ്ങനെയാണ്. എല്ലാ മുസ്ലിങ്ങളും സലഫികളാണ്. എന്നാൽ മുകഫിറാത്ത്, ഇൻഷാ അല്ലാഹ് ലജ്നത്തു ദായിമയുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഫത്വ ഞാൻ അവസാനത്തിൽ പറയും സമയം ലഭിച്ചാൽ. അപ്പൊ ലോക മുസ്ലിമീങ്ങളൊക്കെ സലഫികളാണ്. എന്നാൽ ഈ വാക്ക് കേട്ടന് എന്ത് വേണ്ട? കാന്തപുരം മുസ്ലിമാണോ അല്ലെങ്കിൽ ഇന്നാള് മുസ്ലിമാണോ അവരൊക്കെ സലഫികളായി ഉൾപ്പെടുത്താൻ പറ്റുമോ എന്നൊന്നും ചോദിക്കരുത് പ്രിയപ്പെട്ടവരെ. മറിച്ച് അവിടെ അദ്ദേഹം വ്യക്തമാക്കിയത് ഞാനും വ്യക്താക്കുകയാണ്. എന്ത്? മുകഫിറാത്തുകൾ കൊണ്ടുവരരുത്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന, ഈമാനിൽ നിന്ന് പുറത്തു പോകുന്ന, മൻഹജിൽ നിന്ന് പുറത്തു പോകുന്ന അഖീദയോ മറ്റോ വെച്ചു പുലർത്തിയാൽ അപ്പോൾ അവൻ സലഫി അല്ലാതാവുക എന്നല്ലാതെ ആത്യന്തികമായി അടിസ്ഥാനപരമായി ഏതൊരു മുസ്ലിമിനും പറയാവുന്ന മറ്റൊരു പേരാണെന്ത്? സലഫി. ഞാൻ നിങ്ങൾക്ക് ചരിത്രത്തിൽ നിന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് ചില ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരാം. അവിടെ നമുക്ക് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളെ മുഴുവൻ ഉൾക്കൊള്ളാൻ മാത്രം വിശാലതയുള്ള മഹാനായ ഒരു പ്രബോധകനായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും നീ സലഫിയല്ല, നീ സലഫിയല്ല, ആരും സലഫിയല്ല, ഞാൻ മാത്രം, അതല്ലെങ്കിൽ ഞങ്ങൾ കുറച്ചാളുകൾ മാത്രം എന്ന ഒരു നിലപാട് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും സ്വീകരിച്ചിട്ടില്ല. ഒരു സംഭവം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, അന്ന റജുലൻ അലാ അഹ്ദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇസ്മുഹു അബ്ദുല്ലാഹ്. അബ്ദുള്ള എന്നു പേരുള്ള ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം വകാന യുൽഹിഖു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിനെ ചിരിപ്പിക്കുന്ന ഒരാളുമായിരുന്നു. ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രകൃതവും സ്വഭാവവും ഒക്കെ കാണുമ്പോൾ നബിക്ക്
ചിരി വരുമായിരുന്നു എന്നർത്ഥം. വകാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദ് ജലദഹു ഫി ശറാബ്. കള്ളുകുടിയുടെ പേരിൽ നബി അദ്ദേഹത്തെ പലതവണ അടിക്ക് വിധേയമാക്കിയിട്ടുണ്ട്. കള്ളു കുടിക്കുന്ന ആളുകൾക്ക് 80 അടിയാണ്. ഈ അടി കൊണ്ട ആളാണ് ആര്? ഇദ്ദേഹം പലതവണ കള്ളു കുടിച്ചതിന്റെ പേരിൽ നബിയിൽ നിന്ന് അല്ലെങ്കിൽ സ്വഹാബികളിൽ നിന്ന് അടി കൊണ്ട വ്യക്തിയാണ്. ഫഉതിയ ബിഹി യൗമൻ ഫഅമറ ബിഹി ഫജുലിദ്. അങ്ങനെ ഒരു ദിവസം വീണ്ടും അദ്ദേഹത്തെ കൊണ്ടുവന്നു. എന്താണ്? വീണ്ടും കള്ളു കുടിച്ചിട്ടുണ്ട്, വീണ്ടും കള്ളു കുടിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ അടിക്ക് വിധേയമാക്കിയപ്പോ ഫഖാല റജുലുൻ മിനൽ ഖൗം, അവിടെ കൂടിയിരുന്നവരിൽ ഒരാൾ എഴുന്നേറ്റിട്ട് ഒരാൾ പറഞ്ഞു, അല്ലാഹുമ്മ അൽഅൻഹു, അല്ലാഹുവേ ഇദ്ദേഹത്തെ റബ്ബി. കാരണം എന്താണ്? മാ അക്സറ മാ യുഅ്താ ബിഹി, എത്ര തവണ ഇയാളെ കൊണ്ടുവരുന്ന കള്ളു കുടിച്ചതിന്റെ പേരിൽ, എത്ര തവണ അദ്ദേഹത്തിന് അടി കിട്ടി, എന്നിട്ട് ഇദ്ദേഹം നന്നാവാൻ തയ്യാറില്ലേ? പടച്ച റബ്ബേ ഇയാളെ ശപിക്കണമേ എന്ന് ഇദ്ദേഹം പ്രാർത്ഥിച്ചു. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ തൽഅനൂ, നിങ്ങൾ ഇദ്ദേഹത്തെ എന്ത് ചെയ്യരുത്? ശപിക്കരുത്. ഫവല്ലാഹ്, അല്ലാഹുവാണ് സത്യം, മാ അലിംതു അന്നഹു യുഹിബ്ബുല്ലാഹ വറസൂലഹ്, അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള മുഹബ്ബത്ത് തീർച്ചയായും ഒരു വ്യക്തിയെ സ്വർഗത്തിലാക്കും എന്ന് എണ്ണമറ്റ ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് റസൂലുള്ള പറയാണ്, ഈ ഹദീസ് വിശദീകരിക്കവേ പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു അറിയിച്ചു കൊടുത്തതാണ് ഇദ്ദേഹം അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ മുഴുകുടിയനാണ്. എത്ര അടി കിട്ടിയാലും അദ്ദേഹം കുടിക്കുന്നുണ്ട്. ഇദ്ദേഹം സലഫിയാണോ? അല്ലേ? നാം പറയും ഇദ്ദേഹം സലഫി അല്ല എന്ന്, ഒരുപക്ഷെ നമ്മൾ പഠിച്ച ഒരു ഇത് അനുസരിച്ച്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അദ്ദേഹം മുഅ്മിനാണ്. ഈമാനിന്റെ അടയാളമാണ് അള്ളാഹിനോടും റസൂലിനോടുള്ള മുഹബ്ബത്ത്. അതുകൊണ്ട് ഇദ്ദേഹം മുഅ്മിനാണ്, മുസ്ലിമാണ്, ഇസ്ലാം എന്ന് പുറത്തല്ല. അതുകൊണ്ട് തന്നെ ഈ മുഴുക്കുടിയനായ ഒരാളെ സലഫി എന്ന് വിളിക്കാം. നമ്മൾ വിളിക്കോ? ഞാനും നിങ്ങളും വിളിക്കുമോ? അപ്പൊ ചില ആളുകൾ കരുതിയിട്ടുള്ളത് സലഫി എന്ന് പറഞ്ഞാൽ പിന്നെ മലക്കിനെ പോലെയാണ്. ഒരിക്കലും അങ്ങനെയല്ല. മറിച്ച് അബദ്ധങ്ങളും തെറ്റുകളും ഉണ്ടാകാം. ഇത് അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലുണ്ടായ പോരായ്മയാണ്. മറ്റൊരു റിവായത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവേ ഇദ്ദേഹത്തെ ശപിക്കണേ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറയരുത്. കാരണം ലാ തകൂനു ഔന ശൈത്താനി അലാ അഖീകും, നിങ്ങളുടെ സഹോദരന്റെ മേൽ നിങ്ങൾ പിശാചിനെ സഹായിക്കരുത്. കാരണം ഇദ്ദേഹത്തിനെ കള്ളു കുടിക്കാൻ പ്രേരിപ്പിക്കുന്ന എന്തിനാണ്? ഇദ്ദേഹത്തിന് നിന്ദത ഉണ്ടാവാനാണ്. അപ്പൊ നിങ്ങളും അദ്ദേഹത്തിന് ശാപത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ നിങ്ങൾ പിശാചിനെ സഹായിക്കുന്ന പണിയല്ലേ എടുക്കുന്നത്? അതുകൊണ്ട് ഒരിക്കലും മുഅ്മിനായ ഈ വ്യക്തിയെ നിങ്ങൾ ശപിക്കരുത്. എന്നാൽ ഇസ്ലാമിന്റെ ഹദ് നടപ്പാക്കിയത് സത്യമാണ്. പക്ഷെ അദ്ദേഹത്തെ ശപിക്കാനോ ഇസ്ലാം എന്ന് പുറത്തുപോയ ആളായി കരുതാനോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സന്നദ്ധമായില്ല. സ്വഹാബികളെ അതിന് അല്ലാഹുവിന്റെ പ്രവാചകൻ സമ്മതിച്ചതുമില്ല. ശരി, ഇനി രണ്ടാമത്തെ സംഭവം അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ജാഅ റജുലുൻ ഇലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് ഒരു വ്യക്തി വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അസബ്തു ഹദ്ദ, ഞാൻ എറിഞ്ഞു കൊല്ലപ്പെടാൻ മാത്രമുള്ള ഒരു പാപം ചെയ്തിരിക്കുന്നു. ഖാല ഫലം യസ്അൽഹു അൻഹു വഖീമത്തുസ് സ്വലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അങ്ങനെ നമസ്കാരം കഴിഞ്ഞു. ഫസല്ല അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലമ്മാ ഫറഗ മിൻ സ്വലാത്തിഹി, അങ്ങനെ നിസ്കാരം കഴിഞ്ഞപ്പോ ഖാല, ആ വ്യക്തി വീണ്ടും വന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അസബ്തു ഹദ്ദൻ ഫഅഖിം ഫിയ കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിലുള്ള ആ വിധി നടപ്പിലാക്കൂ, എനിക്ക് മേൽ ഹദ് നടപ്പാക്കണം എന്ന് അദ്ദേഹം വീണ്ടും പറഞ്ഞു. വേറൊരു റിവായത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, നബിയെ, ഞാനൊരു സ്ത്രീയുമായി ഒരു ഭർത്താവ് ഭാര്യയോട് ചെയ്യുന്നതെല്ലാം ഞാൻ ചെയ്തു, ജിമാ ഒഴികെ ബാക്കിയൊക്കെ ഞാൻ ചെയ്തു. ഈ റിവായത്തിൽ ഇങ്ങനെയാണുള്ളത്. അങ്ങനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിർബന്ധിച്ചപ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, അസല്ലൈത മഅനാ അസ്സലാഹ്, എന്റെ കൂടെ ജമാഅത്ത് നമസ്കരിക്കാൻ നിങ്ങൾ ഉണ്ടായിരുന്നോ? അദ്ദേഹം പറഞ്ഞു, ഖാല നഅം, അതെ ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് ഗുഫിറ ലക്, നിനക്ക് അല്ലാഹു പുറത്തു തന്നിരിക്കുന്നു, നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തന്നിരിക്കുന്നു, അതുകൊണ്ട് പോയിക്കോ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വ്യക്തിയോട് പറഞ്ഞു. ഇതായിരുന്നു മൗഖിഫുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ മൗഖിഫാണ്.
ഇത് റസൂലിന്റെ സ്വന്തം നിലപാടായിരുന്നില്ല. മറിച്ച് പരിശുദ്ധ ഖുർആനിൽ ഒരു വചനം അല്ലാഹു അവതരിപ്പിച്ചു കൊടുത്തു. അഖിമിസ്സലാത്ത തറഫ ഇന്നഹാരി വസുലഫൻ മിനൽ ലൈൽ ഇന്നൽ ഹസനാതി യുദ്ഹിബുനസ് സയ്യിആത്ത് ദാലിക ദിക്റാ ലിദ്ദാകിരീൻ. പകലിന്റെ രണ്ടറ്റങ്ങളിലും രാത്രിയിലും നിങ്ങൾ നമസ്കാരം നിലനിർത്തുക, തീർച്ചയായും നന്മകൾ തിന്മകളെ മായ്ച്ചു കളയും. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജിമാ നടത്തിയിട്ടില്ല. മറ്റു തിന്മകൾ സംഭവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഞങ്ങൾ കൂടെ നിസ്കരിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഖദ് ഗുഫിറ ലക്, നിനക്ക് പൊറുക്കപ്പെട്ടിരിക്കുന്നു, നിനക്ക് പോകാം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വ്യക്തിയോട് പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾക്കിടയിൽ ജീവിക്കുകയും അവരുടെ കാര്യങ്ങളെ, നിലപാടുകളെ നോക്കിക്കാണുകയും ചെയ്ത വ്യക്തിയായിരുന്നു. ഏതെങ്കിലും ഒരു തെറ്റ് കാണുമ്പോഴേക്ക്, ഏതെങ്കിലും ഒരു തിന്മ കാണുമ്പോഴേക്ക് നിന്നെ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റൂല, എന്റെ സംഘത്തിൽ നിന്നെ ഇനി കാണാൻ പാടില്ല, നീ ഇനി നമ്മുടെ കൂടെ പള്ളിയിൽ നമസ്കരിക്കാനും പാടില്ല എന്ന അർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറഞ്ഞ സ്വഹാബികൾ ആരോടും നിലപാട് സ്വീകരിച്ചിട്ടില്ല. മൂന്നാമത്തെ സംഭവം, അൻ മുആദ് ബിൻ റിഫാഅത്ത് അസ്-സുറഖി അന്ന റജുലൻ മിൻ ബനി സലമ യുഖാലു ലഹു സുലൈമുൻ അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ബനൂ സലമയിൽപ്പെട്ട സുലൈം എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നാ നളല്ലു ഫീ അമാലിനാ ഫനുംസി ഹീന നുംസി ഫയഅതി മുആദ് ബിൻ ജബലിൻ ഫയുനാദി ബിസ്സലാത്തി ഫനഅതി ഫയുതവ്വിലു അലൈനാ. ഞങ്ങൾ പകലൊക്കെ ഞങ്ങളെ ജോലിയിലും മറ്റു കാര്യങ്ങളിലൊക്കെയാണ്. അങ്ങനെ വൈകുന്നേരമായാൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു വരും, ഇശാ നമസ്കാരത്തിന് വിളിക്കും. അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ നിസ്കരിക്കാൻ പോയ പകൽ ഒരുപാട് അധ്വാനുണ്ട്, രാത്രിയാകട്ടെ ഇദ്ദേഹം സുദീർഘമായി ഇശാ നമസ്കാരത്തിൽ ഖുർആൻ ഓതുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ മുആദ് ലാ തകൂനു ഫത്താന. മുആദേ, നീ കുഴപ്പമുണ്ടാക്കുന്ന ആളാവരുത്, ആളുകളെ പ്രയാസപ്പെടുത്തരുത്. ഇമ്മാ അൻ തുസല്ലി മഈ, ഒന്നുകിൽ എന്റെ കൂടെ നമസ്കരിക്കുക, അല്ലെങ്കിൽ വ ഇമ്മാ അൻ തുഖഫിഫ അൻ ഖൗമിക്, അല്ലെങ്കിൽ താങ്കളുടെ സമൂഹത്തിന് ഇമാമായി നിൽക്കും എന്ത് ചെയ്യുക, കുറച്ചോതുക, അവരെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇദ്ദേഹത്തെ വിളിച്ചു, യാ സുലൈം, മാ മഅക മിനൽ ഖുർആൻ, നിനക്ക് ഖുർആനിൽ നിന്ന് വല്ലതും അറിയുമോ? അദ്ദേഹം പറഞ്ഞു, ഖാല മഈ അൻ അസ്അലല്ലാഹൽ ജന്ന വ അഊദു ബിഹി മിനൻ നാർ. ഞാൻ അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കുന്നുണ്ട്, നരകത്തുനിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറയുന്നുണ്ട്, വേറൊന്നും എന്റെ കയ്യിൽ ഇല്ല. വേറൊരു റിവായത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഫാത്തിഹ ഓതാറുണ്ട്, ഫാത്തിഹ എനിക്കറിയാം, അതിനപ്പുറത്തുള്ളത് എനിക്കറിയില്ല. അദ്ദേഹം പറയാണ്, വല്ലാഹി മാ ഉഹ്സിനു ദന്ദനതക വലാ ദന്ദനത മുആദിൻ, താങ്കളുടെ ദണ്ഡനയോ മുആദിന്റെ ദണ്ഡനയോ ഒന്നും എനിക്കറിയില്ല, എനിക്കതിട്ട് വശവുമില്ല, പിന്നെന്താവുന്നില്ല, എനിക്ക് വയങ്ങുന്നില്ല അത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ദണ്ഡന കൊണ്ട് ഉദ്ദേശിച്ചത് ഖുർആനിന്റെ സുദീർഘമായ ഒത്ത്, റുക്കൂലും സുജൂദിലും ഒക്കെ ചൊല്ലുന്ന ദിക്റുകൾ, അതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ അള്ളാഹുവിനോട് പറയും, റബ്ബേ എനിക്ക് സ്വർഗം തരണേ, പടച്ചോനെ എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വഹൽ ദന്ദനതി വദന്ദനതു മുആദിൻ ഇല്ലാ അൻ നസ്അലല്ലാഹൽ ജന്ന വനഊദു ബിഹി മിനൻ നാർ. ഞാനും മുആദും തത്വത്തിൽ ചെയ്യുന്നത് എന്തെന്നാണ്? ഇതെന്നാണ്. ഞങ്ങൾക്കും കിട്ടേണ്ടത് സ്വർഗാണ്, ഞങ്ങൾക്കും രക്ഷപ്പെടേണ്ടത് നരകത്തിൽ നിന്നാണ്. അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തെ പരിഹസിച്ചില്ല. നീ ഇസ്ലാമിൽ വന്നിട്ട് അല്ലെങ്കിൽ മുസ്ലിമായിട്ട് നീ ഒന്നും പഠിച്ചില്ലേ, നീ ഒന്നും മനസ്സിലാക്കിയില്ലേ, നിനക്കറിയില്ലേ ഇത്ര ഇൽമുകളൊക്കെ നേടണം എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ആ ഇൽമില്ലായ്മയെ പരിഹസിച്ചില്ല. നമുക്കിടയിൽ വളർന്നു വരുന്ന ഒരു പ്രവണത, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പഠിച്ചു വരുമ്പോഴേക്ക് പിന്നെ നമ്മുടെ താഴെയുള്ള ആളുകളൊക്കെ വളരെ മോശക്കാരാണ്, ഒന്നിനും പറ്റാത്ത, ഒരറിവുമില്ലാത്ത, അതല്ലെങ്കിൽ സലഫി മൻഹജിലേക്കൊന്നും കൂട്ടാൻ പറ്റാത്ത സാധാരണക്കാരായ ആളുകൾ. ഇവർക്കുണ്ടോ വല്ലത് കിതാബ് അറിയുന്നു, ഇവർക്ക് കിതാബ് വായിക്കാൻ അറിയോ, ഇവരിന്ന ആളുടെ ദർസിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ള, അതൊന്നും വേണ്ട എന്നല്ലോ പറയുന്നത്, അതിനെല്ലാം നിസ്സാരമാക്കുന്നു എന്നൊരിക്കലും നിങ്ങൾ കരുതരുത്. അങ്ങനെയല്ല, മറിച്ച് സാധാരണക്കാരനായ ഒരാളെ കൂടി ഉൾക്കൊള്ളാൻ മാത്രം വിശാലമാണ് ഇസ്ലാം. അതിന്റെ പേരിൽ അവർക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയും തെളിയിക്കാൻ വേണ്ടിയും മാത്രമാണ് ഞാനിത് പറയുന്നത്. എന്നിട്ട് അതിനുശേഷം അദ്ദേഹം പറയാണ്,
വലാകിൻ പക്ഷേ സതറൗന ഗദൻ ഇദാ ലഖീനൽ ഖൗം നാളെ നിങ്ങൾക്ക് കാണന്നെ എന്നെ ഞാൻ ആരാണ് എന്ന് നാളെ നിങ്ങൾക്ക് കാണാം. വന്നാസു യതജഹസൂന ഇലാ ഉഹദിൻ ഉഹദ് യുദ്ധത്തിനു വേണ്ടി എല്ലാ ആളുകളും ഒരുങ്ങി തയ്യാറായി നിൽക്കുന്ന ദിവസങ്ങളിൽപ്പെട്ട ഒരു ദിവസമായിരുന്നു അത്. അതിന്റെ പിറ്റേ ദിവസമാണ് ഉഹദ് യുദ്ധത്തിനുള്ള പട പോകുന്നത്. അങ്ങനെ ഫഖറജ റജുൽ അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുത്തു. ഫസ്തുഷ്ഹിദ അദ്ദേഹം ഷഹീദായി, സ്വർഗത്തിലായി. ഒരു ഷഹീദിന് 7 നേട്ടങ്ങളെ സംബന്ധിച്ച് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനമാണത്. ആ സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനം ലഭിക്കുന്ന ആളുകളിൽ ഈ മഹാനായ സ്വഹാബി ഉൾപ്പെട്ടു. അദ്ദേഹത്തിന് ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും അറിയില്ല. റബ്ബിനോട് സ്വർഗം ചോദിക്കുന്നു, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്നിട്ടും അദ്ദേഹം സ്വർഗത്തിൽ പോയി. ഇസ്ലാം അത്ര വിശാലമാണ്. എല്ലാ ആളുകളും ഒരേ രൂപത്തിലുള്ള ഇൽമിന്റെ നിലവാരത്തിലായി തീരുമെന്ന് വിചാരിക്കുന്നത് മൗഢ്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തെ ഒന്നും പറഞ്ഞില്ല, അദ്ദേഹത്തിന്റെ ഇൽമിനെ പരിഹസിച്ചില്ല. മറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, താങ്കൾ എന്തിനു വേണ്ടിയാണോ പരിശ്രമിക്കുന്നത് അത് തന്നെയാണ് ഞങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെക്കാൾ കുറച്ച് കൂടുതൽ സിയാദത്തുണ്ട് എന്ന് മാത്രം. എല്ലാവരുടെയും ലക്ഷ്യം ഒന്നാണ്, സ്വർഗം കിട്ടണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. ഒരു സംഭവം കൂടി ഉദ്ധരിക്കട്ടെ. عن عبد الله بن أبي أوفى أن رجلا جاء إلى النبي صلى الله عليه وسلم فقال يا رسول الله إني لا أستطيع أن أتعلم القرآن فما يجزئني في صلاتي. നബിയെ ഒരാൾ നബീന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, എനിക്ക് ഖുർആൻ ഓതാനും വായിക്കാനും എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ചിലർക്ക് അത്ര ഹിഫ്ള് ഉണ്ടാവില്ല, ചിലർക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ചിലർക്ക് ഓതാൻ കഴിയില്ല. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് സമൂഹത്തിൽ. എല്ലാം നിസ്കാരത്തിൽ എന്തെങ്കിലും ചൊല്ലാൻ എന്ത് ചെയ്തു തരണം? പറഞ്ഞു തരണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി പഠിച്ചു വാ, ഒരു മുസ്ലിമാണ്, നിസ്കാരാണ് നിർബന്ധം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തിയില്ല. മറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, തഖൂലു സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് വല്ലാഹു അക്ബർ വലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ ഇതൊക്കെ പറഞ്ഞു, ഇതൊക്കെ എളുപ്പമാണല്ലോ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നൊക്കെ പറയാൻ സാധിക്കൂലേ? അതുകൊണ്ട് അത് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഖാല ഹാദാ ലില്ലാഹി തആല, അതൊക്കെ പടച്ചോനുള്ളതല്ലേ. കാരണം സുബ്ഹാനല്ലാഹ് അല്ലാഹുവിനെ സ്തുതിക്കാണ്, അൽഹംദുലില്ലാഹ് അങ്ങനെ തന്നെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുവിനെ കുറിച്ചാണ്, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഈ പറഞ്ഞതൊക്കെ അല്ലാഹുവിനുള്ളതല്ലേ. ഫമാലി, എനിക്കെന്താ ഉള്ളത്? എനിക്ക് പേഴ്സണലായിട്ട് എന്താണുള്ളത്? ഇതൊക്കെ പടച്ചോനുള്ളതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്കുള്ളത് നീ ഇങ്ങനെ പറയലാണ്, അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണമേ, വർഹംനി, എന്നോട് കാരുണ്യം കാണിക്കണേ, വർസുഖ്നി, എനിക്ക് നീ റിസ്ക് നൽകണേ, വഹ്ദിനി, എന്നെ നേരെ എനിക്ക് ഹിദായത്ത് നൽകണേ, വആഫിനി, എനിക്ക് സൗഖ്യം നൽകണമേ. നിനക്ക് വേണ്ടി നീ ഇത് പറഞ്ഞോ, അള്ളാഹുവിന് വേണ്ടി ആ തസ്ബീഹും പറഞ്ഞോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പകരമായി, അതുപോലെ തന്നെ ഖുർആനിന് പകരമായി ആ വ്യക്തിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കാരണം അങ്ങനെ ആളുകൾ ഉണ്ടാവുമല്ലോ, അവർക്കും വേണ്ടേ സ്വർഗത്ത് പോവുക, തീർച്ചയായും. എന്നിട്ട് അദ്ദേഹം തിരിച്ചു നടക്കുമ്പോൾ നബി എന്താ പറഞ്ഞത് എന്നറിയുമോ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മാ ഹാദാ, ഈ മനുഷ്യൻ ഫഖദ് മലഅ യദൈഹി മിനൽ ഖൈരി വഖബല ബികഫൈ, നബി പറയാണ്, 2 കൈയിൽ നിറച്ചും ഖൈറുമായിട്ടാണ് അദ്ദേഹം പോകുന്നത്. 2 കൈയിലും നിറച്ചും ഖൈറുമായിട്ടാണ് പോകുന്നത്. എന്താ? ഒരു കയ്യിൽ ഇഷ്ടംപോലെ കിതാബ്, രണ്ടാമത്തെ കയ്യിലും ഇഷ്ടംപോലെ കിതാബില്ല, പിന്നെ ഒരു കയ്യിൽ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതാണ് ഒരു കയ്യിൽ. മറുകയ്യിലോ അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വർസുഖ്നി വഹ്ദിനി വആഫിനി എന്ന പ്രാർത്ഥനയാണ്. ഇത് കൈകൾ നിറച്ചുമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലഫി ദഅവത്തുമായി രംഗത്തിറങ്ങുന്ന നമ്മൾ മുസ്ലിം സൊസൈറ്റിയിൽ കാണപ്പെടുന്ന ഇതുപോലെയുള്ള നിഷ്കളങ്കരായ സാധുക്കളായ പാവങ്ങളായ ആളുകളെ കൂടി ഉൾക്കൊള്ളാൻ മാത്രമുള്ള വിശാലത കാണിക്കണം. എന്നാൽ എല്ലാ ആളുകളും സലഫി മൻഹജിലുണ്ടാകേണ്ട സലഫിയത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ല കടുകട്ടി, എല്ലാവർക്കും കിതാബ് അറിയണം, എല്ലാവരും ദർസ്
ഉള്ള ആളുകളായിരിക്കണം, ദർസ് എടുക്കാൻ പറ്റുന്നവരായിരിക്കണം, അല്ലെങ്കിൽ ദർസിൽ ഇരിക്കാൻ പറ്റുന്ന ആളുകളായിരിക്കണം എന്നൊരു നിർബന്ധം നമ്മൾ ചെലുത്തരുത്. അതിന്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും നിങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കരുത്, ദുർവ്യാഖ്യാനിക്കരുത്. ഇത്തരം മഹത്തായ പഠനങ്ങൾക്ക് പ്രാധാന്യമില്ല എന്നല്ല പറയുന്നത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട വിഷയമാണ് എനിക്ക് ഇൻഷാ അല്ലാഹ് മൂന്നാമതായി ഇന്നത്തെ ദൗറയിൽ സൂചിപ്പിക്കുവാനുള്ളത്. മൂന്നാമതായി നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയമാണ് സലഫി ദഅവ രംഗത്ത് അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ. അത് സലഫി ദഅവ രംഗം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ദഅവത്തിന്റെ രംഗത്ത് അതിന് നേതൃത്വം നൽകുന്ന റഈസുകളായ ആളുകൾ അള്ളാഹുവിന്റെ ദീനിൽ, ശരീഅത്തിലും അഖീദയിലും നല്ല അറിവുള്ള ആളുകളായിരിക്കണം. ലാ ബുദ്ദ മിൻ, അതിലെന്തില്ല, യാതൊരു സംശയവുമില്ല. അതിൽ യാതൊരു സംശയവും നമുക്ക് പാടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി സഹീഹുൽ ബുഖാരിയിൽ തഅലീഖായി ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്, അദ്ദേഹം പറയുകയാണ്, തഫഖഹു, നിങ്ങൾ ഫിഖ് നേടണം, അറിവ് നേടണം, ഇൽമ് നേടണം. ഖബ്ല അൻ തുസവ്വദു, നിങ്ങൾ ഒരു സമൂഹത്തിന് സയ്യിദാവുന്നതിന് മുമ്പ്, നേതാവാവുന്നതിന് മുമ്പ്, ഒരു സമൂഹത്തെ നയിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്തു വേണം? അറിവ് നേടണം. എന്തിനാണത്? കാരണം നാം ഒരു സമൂഹത്തെ നയിക്കുമ്പോൾ നമ്മളെ നേതാവായി സ്വാഭാവികമായും സാധാരണക്കാരായ ആളുകൾ കാണും. അതുകൊണ്ട് തന്നെ ദീനീ രംഗത്തെ നേതാക്കളാണെങ്കിലോ ദീനിന്റെ കാര്യങ്ങൾക്കൊക്കെ അവർ ആശ്രയിക്കുന്നത് നമ്മളെയാണ്. അതുകൊണ്ട് തന്നെ നമ്മെ ആശ്രയിക്കുമ്പോൾ തീർച്ചയായും നാം അവരെ സഹായിക്കൽ നിർബന്ധമായി തീരും. നമുക്കറിവില്ലെങ്കിൽ, നമുക്ക് വിജ്ഞാനമില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കുക? നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കൂട്ടുകാരെ സഹായിക്കുക? അതുകൊണ്ട് തന്നെ നേതൃത്വം നൽകുന്ന ആളുകൾ, ദഅവത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾ, ഒരു സമൂഹത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾ അറിവുള്ള ആളുകളായിരിക്കണം എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു. ഇത് അദ്ദേഹം സ്വന്തം നിലക്ക് പറഞ്ഞതല്ല, പിന്നെയോ ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് ഞാനും നിങ്ങളും ശരിക്ക് ശ്രദ്ധിച്ച് കേൾക്കണം. ആ വിഷയത്തിൽ നമുക്കൊരു പക്ഷപാത മനസ്ഥിതി ഉണ്ടാവാതെ ശ്രദ്ധിച്ചു കേൾക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇൻതിസാഅൻ യൻതസിഉഹു മിനൽ ഇബാദ് വലാകിൻ യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ ഹത്താ ഇദാ ലം യുബ്ഖ ആലിമൻ വാഹിദ ഇത്തഖദ الناس റൂസൻ ജുഹാലാ ഫസുഇലു ഫഅഫ്തൗ ബിഗൈരി ഇൽമിൻ ഫദല്ലു വഅദല്ലു. ഖിയാമത്ത് നാളിന്റെ അടയാളമായി കൊണ്ട് പറയാണ്, അല്ലാഹു ഇൽമിനെ ഒരാളുടെ ഹൃദയത്തിൽ നിന്ന് അപ്പാടെടുത്ത് കളയുകയില്ല. പിന്നെയോ അള്ളാഹു ഇൽമിനെ പിടിക്കുന്നത് ബിഖബ്ദിൽ ഉലമ, ആലിമുകൾ, പണ്ഡിതന്മാർ മരിച്ചു പോകുന്നതോടുകൂടി എന്തുണ്ടാവും? ഇൽമ് ഒരു സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. ഹത്താ ഇദാ ലം യുബ്ഖി ആലിമൻ വാഹിദ, ആലിമെന്ന് പറയാൻ പറ്റിയ ഒരാളെയും നാട്ടിൽ കാണാത്ത ഒരവസ്ഥ വരും. അപ്പൊ ജനങ്ങൾ എന്ത് ചെയ്യും? അവർക്ക് നിവൃത്തിയില്ല. ഇത്തഖദന്നാസു റൂസൻ ജുഹാല, ജാഹിലുകളായ അറിവില്ലാത്ത ആളുകൾ അവരെന്താക്കും? റഈസുകളാക്കും, നേതാക്കളാക്കും. ഫസുഇലു, നേതാവായ തീർച്ചയായും ഫത്വ ചോദിക്കും. ഫഅഫ്തൗ ബിഗൈരി ഇൽമിൻ, ഒരറിവുമില്ലാതെ അവർ ഫത്വകൾ നൽകാൻ തുടങ്ങും. ഫദല്ലു വഅദല്ലു, അങ്ങനെ അവർ സ്വയം പിഴയ്ക്കും, മറ്റുള്ള ആളുകളെ അവർ പിഴപ്പിക്കുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. മാത്രമല്ല, മുതിർന്ന പണ്ഡിതന്മാർ ഒരു സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് കയ്യെത്താവുന്ന ദൂരത്തിൽ കിബാറുകളായ ഉലമാക്കൾ ഉണ്ടെങ്കിൽ നാം ഇൽമ തേടേണ്ടത് എപ്പോഴും ആരിൽ നിന്നായിരിക്കണം? ഈ കബീറുകളായ മുതിർന്ന പണ്ഡിതന്മാരിൽ നിന്നായിരിക്കണം. ഇമാം തബറാനിയുടെ മുഅ്ജമുൽ കബീറിൽ നമുക്ക് കാണാൻ സാധിക്കും, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്ന മിൻ അശ്റാത്തിസ് സാഅത്തി സലാസ, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ 3 അതിൽ ഒന്ന് ഞാൻ ഇവിടെ പറയാം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇഹ്ദാഹുന്ന, അതിൽ ഒന്ന് അൻ യൽതമിസൽ ഇൽമ ഇൻദൽ അസാഗിർ, കിബാറുകളായ പണ്ഡിതന്മാർ ഉണ്ടായിരിക്കെ അതിനേക്കാൾ താഴെയുള്ള ആളുകളിൽ നിന്ന് ഇൽമ് തേടലാകുന്നു, അവരിൽ നിന്ന് ഇൽമ് സ്വീകരിക്കൽ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ
പെട്ടതാകുന്നു. അതുകൊണ്ട് തന്നെ മതനേതൃത്വം നൽകുന്ന, ദഅവത്തിന്റെ മേഖലകളിൽ ജനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ, അവർ റഈസുകളാണെങ്കിൽ അവരുടെ സാധിക്കുന്നത്ര മതവിഷയങ്ങളിൽ ഇൽമ് നേടുകയും അവർ നൽകുന്ന ഫത്വകളിലും അഭിപ്രായങ്ങളിലും സാധിക്കുന്നത്ര ദലീലുകളുടെ പിൻബലത്തോടുകൂടി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യുക എന്നത്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ലാ യസാലു നാസു ബിഖൈരിൻ, ജനങ്ങൾ എന്നും ഖൈറിലായിരിക്കും, ജനങ്ങൾ എന്നും ഖൈറിലായിരിക്കും. മാ അഖദു അൽ ഇൽമ അൻ അകാബിരിഹിം വഅൻ ഉമനാഇഹിം വഅൻ ഉലമാഇഹിം, അവരുടെ കൂട്ടത്തിലെ മുതിർന്നവരിൽ നിന്ന് ഇൽമു സ്വീകരിക്കുന്ന കാലത്തോളം, അവരുടെ കൂട്ടത്തിലെ വിശ്വസ്തരായ അമീനുകളായ ആളുകളിൽ നിന്ന്, അഥവാ ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യാത്ത ആളുകളിൽ നിന്ന് ഇൽമു സ്വീകരിക്കുവോളം, വഉലമാഇഹിം, അവരുടെ കൂട്ടത്തിലുള്ള ആലിമുകളിൽ നിന്ന് ഇൽമു സ്വീകരിക്കുവോളം ജനങ്ങൾ എന്തിലായിരിക്കും? ഖൈറിലായിരിക്കും. എന്നാൽ ഫഇദാ അഖദൂഹു മിൻ അസ്വാഗിരിഹിം, എന്നാൽ ഇൽമിൽ സഗീറുകളായ ചെറിയ ചെറിയ ആളുകളെയാണ് അവർ അവലംബിക്കുന്നതെങ്കിലോ, വശിറാരിഹിം, അതുപോലെ തന്നെ നാട്ടിലെ വളരെ മോശക്കാരായ ആളുകളിൽ നിന്നാണ് അവർ ഇൽമു സ്വീകരിക്കുന്നതെങ്കിലോ, ഹലകൂ, അവർ നശിച്ചത് തന്നെ എന്ന് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതൊക്കെ സഹിഹായ സനദോടുകൂടി ജാമിഉ ബയാനിൽ ഇൽമി വ ഫദ്ലിഹി, ഇബ്നു അബ്ദുൽ ബർറിന്റെ ജാമിഉ ബയാനിൽ ഇൽമി വ ഫദ്ലിഹി എന്ന ഗ്രന്ഥത്തിൽ വളരെ കൃത്യമായി ഹസനും ജയ്യിദും സഹീഹുമായ സനദോടുകൂടിയാണ് ഞാൻ ഈ ഉദ്ധരിക്കുന്ന സ്വഹാബികളിൽ നിന്നുള്ള അസറുകളും അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസും ഒക്കെ സഹീഹായതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഖദ് അലിംതു മതാ സ്വലാഹുൻ നാസി വ മതാ ഫസാദുഹും, അദ്ദേഹം പറയാണ്, എനിക്കറിയാം ജനങ്ങൾക്ക് എപ്പോഴാണ് നന്മയുണ്ടാവുക എന്നും ജനങ്ങൾക്ക് എപ്പോഴാണ് നാശമുണ്ടാവുക എന്നും ഞാൻ പഠിച്ചിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇദാ ജാഅൽ ഫിഖ്ഹു മിൻ ഖിബലി സ്സഗീർ ഇസ്തുഅസിയ അലൈഹിൽ കബീർ, മുതിർന്ന പണ്ഡിതന്മാരിൽ നിന്ന് അനുസരണക്കേട് കാണിക്കുകയും അവരിലേക്ക് പോവാതിരിക്കുകയും അവരോട് അനുസരണക്കേട് കാണിക്കുകയും അതേ സന്ദർഭത്തിൽ അവരെക്കാൾ താഴെയുള്ള സിഗാറുകളിൽ നിന്ന് ഇൽമു സ്വീകരിക്കുകയും ചെയ്താൽ ആ ജനത നശിച്ചത് തന്നെ, ആ സമൂഹം നശിച്ചു പോകും. എന്നാൽ വഇദാ ജാഅൽ ഫിഖ്ഹു മിൻ ഖിബലിൽ കബീർ, എന്നാൽ മുതിർന്ന പണ്ഡിതന്മാരിൽ നിന്നാണ് ഇൽമു വരുന്നതെങ്കിലോ, തബഉഹു അസ്സഗീർ, എന്നിട്ട് ചെറിയ ആളുകൾ ഈ മുതിർന്ന ഉലമാക്കളെ പിൻപറ്റുന്ന ഒരവസ്ഥയുമാണെങ്കിലോ, എങ്കിൽ ഫഹ്തദയ, അവർക്ക് ഹിദായത്ത് ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ജനങ്ങളുടെ നന്മ എവിടെയാണ്? ജനങ്ങളുടെ നന്മ, ജനങ്ങളുടെ സലാഹ് കിബാറുൽ ഉലമാക്കളിൽ നിന്ന് ഇൽമു സ്വീകരിക്കുന്ന ഒരവസ്ഥ അവർക്കുണ്ടാകണം. പണ്ഡിതന്മാരിൽ നിന്ന് അറിവ് സ്വീകരിക്കുന്ന ഒരവസ്ഥ അവർക്കുണ്ടാകണം. അവരുടെ കൂട്ടത്തിലെ മറ്റുള്ളവർ ഈ മുതിർന്ന ഉലമാക്കളിൽ നിന്ന് ഇൽമു സ്വീകരിക്കുകയും വേണം. ഖിയാമത്തിന്റെ അടയാളമാണ് മുതിർന്ന പണ്ഡിതന്മാരെ മാറ്റിവെച്ച് അതിന് താഴെയുള്ള പണ്ഡിതന്മാരിൽ നിന്ന് ഇൽമു സ്വീകരിക്കുക എന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് എന്ന് ഒട്ടനവധി ഹദീസുകളിലൂടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിജ്ഞാനങ്ങൾ അതത് ഹദീസ് ഗ്രന്ഥങ്ങളുടെ ശറഹുകളിലും മറ്റു ഗ്രന്ഥങ്ങളിലും ഇൽമിന്റെ പ്രാധാന്യം വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളിലും നമുക്ക് എമ്പാടും വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഷെയ്ഖ് സാലിഹുൽ ഉസൈമീൻ ഇൽമിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് അദ്ദേഹം പറഞ്ഞു, ഫൽ ഇൽമു, അതുകൊണ്ട് തന്നെ അറിവ്, ഹുവ അസാസു ദഅവ, ദഅവത്തിന്റെ അസാസി ഇൽമാണ്. വമാദ്ദത്തു ദഅവ, ദഅവത്തിന് ഉപയോഗിക്കേണ്ട ഉപകരണം എന്താണ്? ഇൽമാണ്, അറിവാണ്. വലാ യുംകിനു അബദൻ അൻ തതിമ്മ അലൽ വജ്ഹി അല്ലദീ യർളാഹു അല്ലാഹു അസ്സ വജൽ ഇല്ലാ ഇദാ കാനത് മബ്നിയത്തുൻ അലൽ ഇൽം, അല്ലാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ദഅവത്ത് നടത്താൻ സാധിക്കണമെങ്കിൽ ആ ദഅവത്ത് ഇൽമിന്റെ മേൽ പടുത്തുയർത്തപ്പെട്ടതായിരിക്കണം, അറിവിന്റെ മേൽ പടുത്തുയർത്തപ്പെട്ടതായിരിക്കണം. അപ്പോൾ ദഅവാ രംഗത്ത്, സലഫി ദഅവാ രംഗത്ത് മുന്നിട്ടിറങ്ങുന്ന, അതിന് നേതൃത്വം നൽകുന്ന ആളുകൾ മതപരമായ വിഷയങ്ങളിൽ, അഖീദയിൽ, മൻഹജിലെല്ലാം അറിവ് നേടുന്ന, അതിനുവേണ്ടി ശ്രമിക്കുന്ന ആളുകളായി തീരണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. എന്നാൽ ചില ആളുകൾ ഇത്തരം വാചകങ്ങളെ തെറ്റിദ്ധരിക്കുകയും ഒരാൾ ദഅവത്തിന് അർഹനായി തീരണമെങ്കിൽ
അയാൾ ഇസ്ലാമിക വിഷയങ്ങളിലെ മുഴുവൻ കാര്യങ്ങളിലും പണ്ഡിതനായി തീരുകയും ചെയ്യണം. അങ്ങനെ ഒരു പാണ്ഡിത്യത്തിലേക്ക് എത്താത്ത ഒരാൾക്ക് ഒരു നിലക്കും ദഅവത്ത് നടത്താൻ സാധ്യമല്ല എന്ന് വാദിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യും. അതും ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറിച്ച് അറിവ് നേടലും ദഅവത്ത് നടത്തലും ഒരേപോലെ നടക്കേണ്ടുന്ന വിഷയമാണ്. അറിവ് നേടലും ദഅവത്ത് നടത്തലും ഒരേപോലെ നടത്താൻ സാധിക്കുന്ന വിഷയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഷെയ്ഖ് സാലിഹുൽ ഉസൈമീൻ അദ്ദേഹത്തിന്റെ സഹ്വത്തുൽ ഇസ്ലാമിയ എന്ന പുസ്തകത്തിലെ 146-ാമത്തെ പേജിൽ അദ്ദേഹത്തോടൊരു ചോദ്യം, ഞങ്ങൾ ആദ്യം ഇൽമ് നേടുകയാണോ വേണ്ടത്, പിന്നെ ദഅവത്ത് നടത്തുകയാണോ വേണ്ടത്? അതാണ് ചോദ്യം. അതിന് അദ്ദേഹം നൽകിയ മറുപടി വളരെ ശ്രദ്ധേയമാണ്. ഞാനും നിങ്ങളും അത് പഠിച്ചു വെക്കണം. അദ്ദേഹം പറഞ്ഞു, അമ്മാ ത്വലബുൽ ഇൽമി വദ്ദഅവ ഫലാ യതനാഫിയാൻ. ദഅവത്തും അറിവ് നേടലും രണ്ടും എന്തല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്ന സംഗതിയല്ല. പിന്നെയോ ഇത് യുംകിൻ അൽ ജംഉ ബൈനഹുമാ, രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അറിവ് നേടുക, ദഅവത്ത് നടത്തുക, ഇത് രണ്ടും ഒരുമിച്ച് നടത്താൻ പറ്റുന്ന കാര്യമാണ്. കാരണം ബിഅൻ യകൂനൽ ഇൻസാനു ത്വാലിബ ഇൽമിൻ വദാഇയൻ ഇലല്ലാഹി അസ്സ വജൽ. ഒരേ സമയം തന്നെ അറിവ് നേടാം, അതേ സന്ദർഭത്തിൽ തന്നെ ആ അറിഞ്ഞ അറിവുകളെ എന്ത് ചെയ്യാം, ദഅവത്ത് നടത്തുകയും ചെയ്യാം. ബൽ കുല്ലു ത്വാലിബി ഇൽമിൻ ഫഇന്നഹു യജിബു അലൈഹി അൻ യകൂന ദാഇയൻ ഇലല്ലാഹ്. അറിവ് നേടുന്ന ഓരോ വ്യക്തിയും അല്ലാഹുവിലേക്ക് എന്ത് ചെയ്യണം, ദഅവത്ത് നടത്തണം. അത് നിർബന്ധമാണ്. കാരണം ലിഅന്ന മിന സമറാത്തിൽ ഇൽമി അദ്ദഅവതു ഇലൈഹി. അറിവിന്റെ സമറത്ത് എന്താണ്, അതിലേക്ക് ദഅവത്ത് നടത്തലാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബല്ലിഗു അന്നി വലൗ ആയ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഒരായത്താണോ നിങ്ങൾക്ക് അറിയുന്നത് എങ്കിൽ അതെന്ത് ചെയ്യാ, മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കുക. അദ്ദേഹം പറയുന്നു, ഫഅൻത ഇദാ അലിംത വലൗ മസ്അലതൻ മിൻ മസായിലിൽ ഇൽം. ഇൽമിന്റെ മസ്അലകളിൽപ്പെട്ട ഒരു മസ്അല നിങ്ങൾക്കറിയാമെങ്കിൽ, ഒറ്റ മസ്അല അത് നിങ്ങൾക്കറിയാമെങ്കിൽ, ഫദ്ഉ ഇലല്ലാഹി ഫീ ഹാദിഹിൽ മസ്അല. ആ മസ്അലയിലേക്ക് നിങ്ങൾ ജനങ്ങൾ എന്ത് ചെയ്യുക, ക്ഷണിക്കുക, മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക. എല്ലാ മസ്അലയും പഠിക്കണോ? വേണ്ട. ഒരൊറ്റ മസ്അല നിങ്ങൾക്കറിയാം, വ്യക്തമായി അറിയാം, ദലീലിന്റെ അടിസ്ഥാനത്തിൽ അറിയാം എങ്കിൽ ഈ ശരീഅത്തിന്റെ ഭാഗമായ ഈ ഒരു മസ്അലയിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജനങ്ങളെ ക്ഷണിക്കാം എന്ന് അദ്ദേഹത്തിന്റെ പരാമർശത്തിൽ വ്യക്തമാക്കുകയാണ്. ഇതേപോലെ തന്നെ അഖ്ലാഖുദ്ദാഇ എന്ന പുസ്തകത്തിൽ അശ്ശൈഖ് സാലിഹ് ആലു ഷെയ്ഖ് അദ്ദേഹവും പറയുന്നത് ശ്രദ്ധിക്കൂ. അദ്ദേഹം പറയാണ്, മസലൻ അൻത അലിംത മസ്അലതൻ മിൻ മസായിലി തൗഹീദ്. നിങ്ങൾക്ക് തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അറിയാം. വുജൂബ തൗഹീദ്, ഏകനായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന തൗഹീദിന്റെ വുജൂബിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. വുജൂബ ഇബാദത്തില്ലാഹി വഹ്ദഹു ലാ ശരീക, പങ്കുകാരനില്ലാത്ത അള്ളാഹുവിനെ മാത്രം ആരാധിക്കേണ്ട വിഷയം നിങ്ങൾക്കറിയാം. റദ്ദ ശിർക്ക് ബി അൻവാഇ, ശിർക്കിനെ എങ്ങനെ റദ്ദ് ചെയ്യണം നിങ്ങൾക്കറിയാം. വറദ്ദ ഇബാദത്തിൽ ഔലിയാഇ വൽ ഖുബൂരി വൽ ഔസാൻ, ഔലിയാക്കളെയും ഖബറിനെയും വിഗ്രഹങ്ങളെയും ആരാധിക്കരുത്, അതിനുള്ള ന്യായങ്ങളും നിങ്ങൾക്കറിയാം. വഅലിംത വുജൂബ തഹ്കീമി ശർഇല്ലാഹ്, അള്ളാഹുവിന്റെ ശരീഅത്ത് നടപ്പിലാക്കണമെന്ന വിഷയം നിങ്ങൾക്കറിയാം. വഅലിംത വുജൂബ വസ്ഫില്ലാഹി ജല്ല വഅല ബിമാ വസഫ ബിഹി നഫ്സുഹു വമാ വസഫഹു ബിഹി റസൂലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തദ്ഉ ഇലാ ഹാദൽ അസ്ലി അല്ലദീ അലിംതഹു. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അസ്മാഇനെ കുറിച്ചോ സിഫാത്തിനെ കുറിച്ചോ അറിയാം, നിങ്ങൾക്ക് ഇസ്ലാമിന്റെ ശരീഅത്തുകളെ കുറിച്ചറിയാം, തൗഹീദിനെ കുറിച്ചറിയാം, ഷിർക്കിന്റെ റദ്ദറിയാം. എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ, ഈ ഒരു മസ്അലയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാം. നിങ്ങൾക്ക് തൗഹീദ് അറിയാമെങ്കിൽ തൗഹീദ് പറയുക, നിങ്ങൾക്ക് ബിദ്അത്തിന്റെ പോരായ്മകൾ അറിയാമെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം. അങ്ങനെ ഏതു വിഷയത്തിലാണോ നിങ്ങൾക്ക് അറിവുള്ളത്, വിജ്ഞാനമുള്ളത്, അത് നിങ്ങൾക്കിടയിൽ ദലീലിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ സംശയിക്കേണ്ടതില്ല. എനിക്കത്ര അറിയില്ലല്ലോ, എനിക്ക് ഖുർആൻ മുഴുവൻ ഹിഫ്ളില്ലല്ലോ, എനിക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളൊന്നും ഹിഫ്ളില്ലല്ലോ, എനിക്ക് കിതാബു തൗഹീദ് ഹിഫ്ളില്ലല്ലോ, എനിക്ക് ഇമാം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ അൽ അഖീദത്തുൽ വാസിത്തിയ്യ അതെനിക്ക് ഹിഫ്ളില്ലല്ലോ, അതുകൊണ്ട് ഇതൊന്നും ഹിഫ്ളോ മറ്റോ ഇല്ലാത്ത ആളുകളൊന്നും ദഅവത്ത് നടത്താൻ പാടില്ല എന്ന രൂപത്തിൽ ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല,
മറിച്ച് അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ നീങ്ങുന്നുണ്ടെങ്കിൽ ആ നീക്കം പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളുമായി വിയോജിക്കുന്നതാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കിബാറുകളിൽപ്പെട്ട ഉലമാക്കളുടെ 2 പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ ഖൗലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തന്നത്. നമുക്കൊരു മസ്അലയാണ് അറിയുന്നതെങ്കിൽ ആ മസ്അല വ്യക്തമായി നമ്മളുടെ കൈകളിലുണ്ടെങ്കിൽ ആ മസ്അലയെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ദഅവത്ത് നടത്താം. അതുകൊണ്ട് അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഫകുല്ലു മൻ ഇൻദഹു ഇൽമുൻ, ആരുടെ കയ്യിലാണോ അറിവുള്ളത്, ഫലഹു അൻ യദ്ഉ ഇലാ മാ അലിമഹു, നിങ്ങൾ അറിഞ്ഞ വിഷയത്തിലേക്ക് ജനങ്ങൾ എന്ത് ചെയ്യുക? ദഅവത്ത് നടത്തുക. അലിമഹു ബി യഅനി ബി യഖീനിൻ, അറിയാന്ന് പറഞ്ഞ ഒരു ഏകദേശ അറിവല്ല, മറിച്ച് അതിനെക്കുറിച്ചുള്ള ദലീലും വ്യക്തമായ നിർദ്ദേശങ്ങളും ഒരു വിഷയത്തിൽ നമുക്കറിയാമെങ്കിൽ, മിൻ കിതാബിൻ ഔ സുന്നത്തിൻ, കിതാബിന്നോ സുന്നത്തിൽ നിന്നോ, വവല്ലഹ ലഹു ഹാദാ വഅബാനഹു ആലിമുൻ മിനൽ ഉലമാ, ഉലമാക്കളിൽപ്പെട്ട ഒരാൾ അദ്ദേഹത്തിന് ഇത് പഠിപ്പിച്ചെടുത്തു, ഇതാണ് തൗഹീദ്, ഇതാണ് സുന്നത്ത്, ഇതാണ് ബിദ്അത്ത്, ഇതാണ് ഖബറാരാധനന്റെ ദോഷം എന്ന് ഒരു ആലിമിൽ നിന്നൊരാൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? അത് ദഅവത്ത് നടത്താം. അങ്ങനെ ഓരോ ആളുകളും അവനവന്റെ കൈകളിലുള്ള ഇൽമിനനുസരിച്ച് ദഅവത്ത് നടത്തട്ടെ. ഒരു സ്ഥലത്ത് അദ്ദേഹം ഇങ്ങനെയും കൂടി പറഞ്ഞു, ഫസ്ദിയാദുൽ മർഇ ഫിൽ ഇൽമി ബിഹി ഇസ്ദിയാദുഹു ഫിദ് ദഅവ, എത്ര അറിവ് നിങ്ങൾക്ക് കൂടുന്നുവോ അത്ര കണ്ട് കൂടുതൽ ദഅവത്ത് നടത്താൻ പറ്റും. നിങ്ങൾക്ക് കുറച്ചേ അറിവുള്ളൂ, അപ്പൊ കുറച്ചേ ദഅവത്ത് നടത്താൻ പറ്റൂ. നിങ്ങൾക്ക് കൂടുതൽ ദഅവത്ത് നടത്തണോ എങ്കിൽ ലാ ബുദ്ദ മിൻ സിയാദത്തിൽ ഇൽം, എങ്കിൽ യാതൊരു സംശയവുമില്ല കൂടുതൽ അറിവ് നിർബന്ധമാണ്. അപ്പോൾ ഇവിടെ നാം ശരിക്കും മനസ്സിലാക്കേണ്ടത്, ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, ദഅവ രംഗത്ത് പ്രവർത്തിക്കുന്ന, ദഅവത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾ ഒന്നുകിൽ അവർ നല്ല ആലിമുകളായിരിക്കണം, ഇസ്ലാമിക ശരീഅത്തിനെ കുറിച്ചും അഖീദയെക്കുറിച്ചും മൻഹജിനെ കുറിച്ചും അറിവുള്ളവരായിരിക്കണം. അല്ലെങ്കിൽ കിബാറുൽ ഉലമാക്കളിൽ നിന്ന്, അറിവ് ഉള്ള പണ്ഡിതന്മാരിൽ നിന്ന് ആ ഇൽമ് സ്വീകരിച്ച് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ആളുകളായി തീരണം. ഈ രണ്ടും നമ്മളിൽ ഉണ്ടെങ്കിൽ, അത് ഒരൊറ്റ മസ്അലയിലാണ് നമുക്കൊരറിവ് പണ്ഡിതന്മാരിൽ നിന്ന് ലഭിച്ചതെങ്കിലും ആ മസ്അലയിലേക്ക് ജനങ്ങളെ നമുക്ക് ക്ഷണിക്കാവുന്നതാണ്, ജനങ്ങളെ ദഅവത്ത് നടത്തുകയും ചെയ്യാവുന്നതാണ്. അപ്പോ വേറൊരു സംശയം ചില ആളുകൾക്ക്, ദഅവാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ആലിമുകളായി തീരേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇന്നെന്ന ആളുകളൊക്കൊന്നും ഇൽമില്ല, അറിവില്ല, അതുകൊണ്ട് തന്നെ അവരൊന്നും ഇതിന് നേതൃത്വം കൊടുക്കാനോ ഇതിൽ സഹകരിക്കാനോ പാടില്ല എന്ന വീക്ഷണം ശരിയാണോ? തീർച്ചയായും അല്ല. കാരണം ഒരു ദഅവാ സമൂഹം എന്നത്, അല്ലെങ്കിൽ മുസ്ലിം സൊസൈറ്റി എന്നത് കജസദിൻ വാഹിദിൻ, ഒറ്റ ശരീരം പോലെയാണ്. നമ്മുടെ വലത് കൈയിന്റെ കഴിവല്ല ഇടത് കൈക്കുള്ളത്. ഖുവ്വത്തിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. കാലിന്റെ ഫംഗ്ഷനല്ല കണ്ണിന്, കണ്ണിന്റെ ഫംഗ്ഷനല്ല കാതിന്, പക്ഷെ എല്ലാം കൂടി കൂടിയാൽ ഒരു മനുഷ്യനായി എന്നതുപോലെ മുസ്ലിം സൊസൈറ്റിയിൽ ഓരോ ആളുകളുടെ കഴിവും എന്താണ്? വ്യത്യസ്തമാണ്. ഓരോ ആളുകൾക്കും അവരുടെ കഴിവിന്റെ തോതനുസരിച്ച് ഇസ്ലാമിന്, ഇസ്ലാമിക ദഅവാ രംഗത്ത് സേവനം നൽകാവുന്നതാകുന്നു. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് സാലിഹുൽ ഉസൈമീൻ ഈ വക കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു, ഫഇദാ കാന റജുലു ഖവിയ്യുൽ ബദൻ, ഒരാൾക്ക് അത്യാവശ്യം നല്ല ആരോഗ്യമൊക്കെ ഉണ്ട്, ശുജാഅൻ, ധൈര്യശാലിയാണ്, മിഖ്ദാമൻ ആലിമൻ ബി അസാലീബിൽ ഹർബിൽ ഹദീസ, പുതിയ പുതിയ യുദ്ധ തന്ത്രങ്ങളെക്കുറിച്ചും രീതികളെക്കുറിച്ചൊക്കെ നല്ല അറിവുള്ള, ശരീരം കൊണ്ട് നല്ല കഴിവുള്ള ഒരാളാണ്. വഹുവ ബിന്നിസ്ബതി ലിൽ ഇൽമി ഖലീലുൽ ഹിഫ്ളി ഖലീലുൽ ഫഹ്ം, പക്ഷെ അദ്ദേഹത്തിന് ഹിഫ്ളാക്കാനും ദീനീപരമായ കിതാബുകളൊക്കെ വായിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ എന്താണ്? കഴിവ് കുറവാണ്. അങ്ങനെയാണെങ്കിൽ നാം അവനോട് എന്തു പറയും? നീ ഇതിനൊന്നും പറ്റിയ ആളല്ല, വീട്ടിൽ പോയിരുന്നോന്നാ? അല്ല. ഖുൽനാ, നാം പറയും, ലഹു അൽ അഫ്ളലു ലക്കൽ ജിഹാദ്, നീ നിന്റെ ശരീരം കൊണ്ടുള്ള ജിഹാദിന് തയ്യാറാവുക, കാരണം നിനക്ക് ശരീരം കൊണ്ടാണ് കഴിവ്. എന്നാൽ വൈദാ കാന റജുലു അലൽ അക്സ്, എന്നാൽ വേറൊരാൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. എന്താ? ലൈസത് ലഹു ഖുവ്വത്തുൻ ഫിൽ ബദൻ, ശരീരം കൊണ്ട് വലിയ കഴിവൊന്നുമില്ല. വലൈസ ഇൻദഹു ഇൽമുൻ ബിൽ അസാലീബിൽ ഹർബിയ്യ, യുദ്ധതന്ത്രങ്ങളെ കുറിച്ചൊന്നും അറിയില്ല. വലാകിന്നഹു ഫിൽ ഇൽമി അബ്ഖരിയുൻ, എന്നാൽ ഖുർആൻ, ഹദീസ്, ദീനീപരമായ കാര്യങ്ങൾ ഇതൊക്കെ ഹിഫ്ളാക്കുന്നതിലും മനസ്സിലാക്കുന്നതിലും നല്ല കഴിവുള്ള ആളാണ്. ജയ്യിദുൻ ഫിൽ ഹിഫ്ളി വൽ ഫഹം വൽ ഇസ്തിംബാത്ത്. ഖുൽനാ ഹുനാ നുഖദ്ദിമുൽ ഇൽമ, അവിടെ നാം അദ്ദേഹത്തോട് പറയും, നിങ്ങൾ എന്ത് ചെയ്താൽ? നിങ്ങൾ പഠിക്കുക, കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കുക,
നിങ്ങൾ കിതാബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. കിതാബുമായി ബന്ധപ്പെടാത്ത മേഖലകളിൽ ഇന്ന ആൾക്കാണ് കഴിവ്, അയാൾ ആ കഴിവ് ഉപയോഗപ്പെടുത്തുക. അങ്ങനെ ഓരോ ആളുകളും അവരവർക്ക് നൽകപ്പെട്ട കഴിവുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇസ്ലാമിക ദഅവത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. എല്ലാവരും ഒരേ നിലവാരമായിരിക്കണമെന്നില്ല. അവരുടെ കൂട്ടത്തിൽ പണ്ഡിതന്മാരുണ്ടാവാം, അവരുടെ കൂട്ടത്തിൽ അത്ര പാണ്ഡിത്യമില്ലാത്ത ആളുകൾ ഉണ്ടാകാം, മറ്റു മേഖലകളിൽ കഴിവുള്ള ആളുകൾ ഉണ്ടാവാം. ഓരോരുത്തരും അവരവരുടെ കഴിവ് ദീനിനു വേണ്ടി നല്ല നിയ്യത്തോടുകൂടി ഉപയോഗപ്പെടുത്തിയാൽ അതാണ് വേണ്ടത്. നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന എല്ലാ ഖുവ്വത്തുകളും ഇസ്ലാമിന്റെ എതിർകക്ഷികൾക്കെതിരെ, തൗഹീദിന്റെ എതിർകക്ഷികൾക്കെതിരെ ഉപയോഗപ്പെടുത്തണം. അതിൽ ഓരോരുത്തരുടെയും കഴിവിന്റെ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ നാട്ടിൽ ശിർക്കുണ്ട്, നമ്മുടെ നാട്ടിൽ ബിദ്അത്തുണ്ട്, നമ്മുടെ നാട്ടിൽ മൻഹജിന് വിരുദ്ധമായ ഒട്ടനവധി പ്രവണതകളുണ്ട്, നമ്മുടെ നാടുകളിൽ ഹദീസ് നിഷേധികളായ ആളുകളുണ്ട്, അള്ളാഹുവിന്റെ അസ്മാകളെയും സിഫാത്തുകളെയും നിഷേധിക്കുകയോ വ്യാഖ്യാനിക്കുകയോ ചെയ്യുന്ന ആളുകളുണ്ട്, പല നിലക്കുമുള്ള ബിദ്അത്തുകളും ഖുറാഫാത്തുകളും ശിർക്കും നടത്തുന്ന ആളുകളുണ്ട്. അവർക്കെതിരുള്ള ഒരു ദഅവ സംരംഭം, ആ ദഅവ സംരംഭത്തിന് ഓരോരുത്തരും അവരവരുടെ കഴിവുകൾക്കനുസരിച്ചുള്ള സംഭാവനകൾ അർപ്പിക്കുക. എല്ലാവരും ഒരേപോലെ പണ്ഡിതനാവേണ്ടതില്ല. ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വായിഫ ലിയതഫഖഹു ഫിദ്ദീൻ വലിയുൻദിറു ഖൗമഹും ഇദാ റജഉ ഇലൈഹിം ലഅല്ലഹും യഹ്ദറൂൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പോലും പറഞ്ഞത്. നിങ്ങളിൽ ഒരു വിഭാഗം അറിവ് നേടാൻ വേണ്ടി മാറി നിൽക്കുക. അപ്പോൾ ഇസ്ലാമിക പ്രബോധന ദഅവ കൂട്ടായ്മയിൽ അവിടെ കിതാബ് തിരിയുന്ന ആളുകളും ഉണ്ടാവട്ടെ. അതിന് സാധിക്കാത്ത ആളുകൾക്ക് മറ്റു മേഖലകളിലാണ് കഴിവുള്ളതെങ്കിൽ അവരും ഉണ്ടാവട്ടെ. അങ്ങനെ അറിവുള്ള പണ്ഡിതന്മാരിൽ നിന്ന് ഇൽമു സ്വീകരിച്ചുകൊണ്ട് അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് അവർ പ്രവർത്തിക്കുക. അങ്ങനെ ഒത്തൊരുമയോടുകൂടി ഒരു നല്ല കൂട്ടായ്മയായി മുന്നോട്ടു പോവുക. ഇതാണ് ഇസ്ലാമിന്റെ താല്പര്യം എന്നാണ് പണ്ഡിതന്മാരിൽ നിന്നും മറ്റും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യം. ഇനി എന്റെ ഒന്നാമത്തെ സെഷനിൽ ഒരു കാര്യം കൂടി എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽ പെടുത്തുകയാണ്. ഇസ്ലാമിക ദഅവ പ്രബോധന രംഗത്ത് ഞാനും നിങ്ങളും എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ സഹോദരന്മാരും സ്വീകരിക്കേണ്ടുന്ന ചില മര്യാദകളുണ്ട്. ആ മര്യാദകളിൽ ഒന്ന്, ദഅവ രംഗത്ത് ഉണ്ടായി വരുന്ന പുതിയ പ്രവണതകളെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഒരിക്കലും നമ്മളുടെ പ്രബോധന പ്രവർത്തനങ്ങൾ മൻഹജിൽ നിന്ന് തെറ്റിപ്പോവാൻ പാടില്ല. ചിലപ്പോൾ നമുക്കത് മനസ്സിലാവില്ല, നാം മൻഹജിൽ തന്നെയാണ് എന്ന് നമുക്ക് തോന്നിയേക്കാം. കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആളുകൾക്കൊക്കെ അത് തോന്നിയേക്കാം. ഞാൻ ചരിത്രത്തിൽ നിന്നൊരു സംഭവം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ അസ്ഹാബുകളിൽപ്പെട്ട ഒരാൾ വന്നിട്ട് ഇമാം അഹ്മദ് ബിൻ ഹംബലിനോട് പറഞ്ഞു, അൽ ഹാരിസ് ബിൻ ഹാസിബ് എന്ന് പറയുന്ന ഒരു പണ്ഡിതനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ നല്ല ക്ലാസ്സാണ്. നമ്മളിന്ന് പറയുന്നത് പോലെയുള്ള വാക്കുകളൊക്കെ ഇമാം അഹ്മദ് ബിൻ ഹംബലിനോട് ഇദ്ദേഹം എന്ന് പറയാണ്. നല്ല ക്ലാസ്സാണ്, കേട്ടുനിന്ന ആളുകൾ കേട്ടിരുന്നു പോകും, കരഞ്ഞു പോകും, ഹൃദയത്തിൽ മാറ്റമുണ്ടാക്കുന്ന രൂപത്തിലുള്ള നല്ല ക്ലാസ്, മുത്തഖിയാണ് എന്നൊക്കെ ഇമാം അഹ്മദ് ബിൻ ഹംബലിനോട് പറഞ്ഞു. അപ്പോൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞു, എന്നാൽ എന്നെ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്ലാസ്സിലൊന്ന് പങ്കെടുപ്പിക്കുക. ഞാൻ സദസ്സിലിരിക്കൂല, ഞാൻ മാറി നിന്ന് കേൾക്കട്ടെ. സദസ്സിൽ ഞാൻ ഇരിക്കുകയില്ല, ഞാൻ മാറി നിന്ന് കേൾക്കട്ടെ. അങ്ങനെ അദ്ദേഹം മാറി നിന്നു. ഈ പണ്ഡിതൻ വന്നു, ക്ലാസ് എടുത്തു, ഹൃദയഹാരിയായി ക്ലാസ് എടുത്തു. ആളുകളൊക്കെ കരയാൻ തുടങ്ങി. ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ അടുത്തേക്ക് ഇദ്ദേഹം വന്നു നോക്കി. അപ്പൊ അദ്ദേഹം പറയാണ്, ഫൈദാഹു വയബ്കി. അപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ എന്ത് ചെയ്യാണ്, ക്ലാസ് കേട്ട് കരയുകയാണ്. അപ്പൊ ഖുൽതു, ഞാൻ ചോദിച്ചു, യാ അബാ അബ്ദില്ലാഹ്, അദ്ദേഹത്തിന്റെ കുനിയത്താണ്, കൈഫല്ലദീ സമിഅത, ഈ കേട്ട ക്ലാസ് എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട് ഇദ്ദേഹത്തിന്റെ അവതരണം? ഖാല, അപ്പോൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞ വാക്ക്, മാ സമിഅതു കലാമൻ അഹ്സന മിൻ ഹാദാ, ഇത്രയും നല്ല ഒരു കലാം, ഒരു സംസാര ശൈലി ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അത്രക്കും മനോഹരമായ ശൈലി. ലാകിൻ, പക്ഷേ ലാ തുസാഹിബുഹു, നിങ്ങൾ ഇദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ഇരിക്കരുത്. എന്താ പറഞ്ഞത്? ഇദ്ദേഹത്തിന്റെ കൂടെ നിങ്ങൾ കൂടരുത്. കാരണം ലി അന്നഹു ലൈസ മിന ത്വരീഖത്തി അല്ലതി ജറാ അലൈഹാ അഹ്ലുൽ ഇൽം,
അഹ്ലുൽ ഇൽമപ്പെട്ട പണ്ഡിതന്മാരുടെ ദർസിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശൈലിയാണ് ഇദ്ദേഹം കാണിക്കുന്നത്. ഇത് സലഫികളുടെ തരീഖത്തിൽ നിന്ന് മാറിപ്പോകുന്ന ശൈലിയാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇത് പിന്നീട് മെല്ലെ മെല്ലെ ഈ ഒരു പ്രബോധന രംഗത്ത് അതൊരു ബിദ്അത്തായി തീരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ പറഞ്ഞു. ഒരു പ്രഭാഷണത്തിന്റെ ശൈലിയിൽ ഉള്ള മാറ്റം പോലും ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ പോലെ ഇമാമു അഹ്ലുസുന്ന എന്നറിയപ്പെടുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ പോലെയുള്ള ഒരു പണ്ഡിതനെ ഒരു മുൻകരുതലെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ, പ്രബോധന രംഗത്ത് നാം പുതുതായി കൊണ്ടുവരുന്ന ശൈലികൾ സലഫി മൻഹജുമായി യോജിക്കുന്നതാണോ എന്ന് പരിശോധിക്കൽ മൻഹജിനോട് സ്നേഹമുള്ള, അതിൽ നിന്ന് തെറ്റിപ്പോവരുത് എന്ന് വാശിയുള്ള ആളുകൾക്ക് അനിവാര്യമാകുന്നു. അതേ സന്ദർഭത്തിൽ തന്നെ ദലീലുകൾക്കോ പ്രമാണങ്ങൾക്കോ വിരുദ്ധമല്ല എന്ന് കൃത്യമായി മുറാജഅ നടത്തി ബോധ്യപ്പെട്ടു കഴിഞ്ഞാലോ ആ സംരംഭവുമായി സഹകരിക്കാനും നാം എന്ത് ചെയ്യേണ്ടതുണ്ട്? ഒരുങ്ങേണ്ടതുണ്ട്. അതിനുള്ള തെളിവ് സെയ്ദ് ഇബ്നു സാബിത്ത് അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു പറയാണ്. ഖുർആൻ ക്രോഡീകരിച്ച സ്വഹാബികൾ അതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ്. അദ്ദേഹം പറയുകയാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്തെത്തിയിട്ട് പറഞ്ഞു, യമാമ യുദ്ധത്തില് ധാരാളം ഹാഫിളുകളായ ഖുർആൻ മനപ്പാടുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു? കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഖുറായികളായ ആളുകൾ കുറ്റിയേറ്റു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് ഇതിനെ ഒരു ഒറ്റ ഗ്രന്ഥത്തിൽ സമാഹരിക്കണമെന്നാണ് എന്റെ അഭിപ്രായം എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. അതിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നൽകിയ ഒരു മറുപടി ഉണ്ട്. അദ്ദേഹം പറഞ്ഞത്, കൈഫ അഫ്അലു ഷൈഅൻ ലം യഫ്അൽഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ ചെയ്യാത്ത ഒന്ന് ഞാൻ എങ്ങനെ ചെയ്യുക? റസൂൽ ചെയ്യാത്ത ഒന്ന് ഞാൻ എങ്ങനെ ചെയ്യും? അവിടെ നേരത്തെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ചിന്തിച്ചതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചിന്തിക്കാൻ, റസൂൽ ചെയ്യാത്ത ഒന്ന് ഞാൻ എങ്ങനെയാണ് ചെയ്യുക? ഫഖാല ഉമർ, പക്ഷെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിൽ മറ്റൊരു മസ്ലഹത്ത് കണ്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ഖൈറുൻ, തീർച്ചയായും ഇതിൽ ഖൈറുണ്ട്. ഫലം യസൽ ഉമർ യുറാജിഉനി ഫീ ഹത്താ ശറഹ അല്ലാഹു ലിദാലിക സദ്രി. എന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ പറഞ്ഞ് അവസാനം എന്റെ ഹൃദയം അല്ലാഹു ആ അഭിപ്രായത്തിലേക്ക് വിശാലപ്പെടുത്തി തന്നു. 2 പോയിന്റ് ഈ സംഭവത്തിലുണ്ട്. ഒന്ന്, ഖൈറാണ് എന്ന് തോന്നിയ ഒരു കാര്യം അവിടെ നിലവിലുള്ള റഈസിന്റെ അടുത്ത് എന്ത് ചെയ്യുക? അവതരിപ്പിക്കുക. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്തത് എന്താണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇതിന് ഒരുങ്ങാൻ വേണ്ടി പറയാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്നും പ്രവാചകൻ ചെയ്യാത്തതിൽ നിന്നും വ്യതിചരിക്കരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ആ പുതുതായി ഉണ്ടാവുന്ന സംരംഭത്തെക്കുറിച്ച് പേടിയും ഭീതിയും ഉണ്ടാവാം. അത് മൻഹജിനോടുള്ള സ്നേഹമായിരിക്കാം, സുന്നത്തിനോടുള്ള സ്നേഹമായിരിക്കാം, മൻഹജിൽ നിന്ന് തെറ്റിപ്പോവരുത് എന്ന പ്രതീക്ഷയുമായിരിക്കാം. ആ നിലക്ക് ഒരു വ്യക്തിക്ക് പുതിയ സംരംഭങ്ങളിലെ അത് സുന്നത്തിനെതിരാകുമോ എന്ന് ഭയപ്പെടുന്നതിലും എന്തില്ല? കുറ്റമില്ല. അതിനെയും നമ്മൾ എന്ത് ചെയ്യരുത്? അസഹിഷ്ണുതയോടുകൂടി കാണാൻ പാടില്ല. അതേ സന്ദർഭത്തിൽ അതിലെ ഖൈറിനെ വീണ്ടും അത് നിർദ്ദേശിച്ച ആൾക്ക് എന്ത് ചെയ്യാം? മുറാജഅ നടത്താം. അതിലെ ഖൈറുകൾ, മസ്ലഹത്തുകൾ വ്യക്തമാക്കി കൊടുക്കാം. ആ മസ്ലഹത്തുകൾ മഫ്സദത്തിലേക്ക് നയിക്കാത്ത, കുഴപ്പത്തിലേക്ക് നയിക്കാത്തതാണെങ്കിലോ അതിലേക്ക് പിന്നെ മടങ്ങി വരിക എന്ന മര്യാദ കൂടി ആർക്കുണ്ട്? ഈ അഭിപ്രായം പറഞ്ഞ ആളുകൾക്ക് ഉണ്ട്. ഇങ്ങനെ നമുക്കൊരഭിപ്രായം പറയാം. ആ അഭിപ്രായം ഖുർആനിനും സുന്നത്തിനും എതിരാണ് എന്ന ഭയപ്പാട് നമുക്കുണ്ടാവാം. എന്നാൽ അതിൽ എമ്പാടും ഖൈറുകളുണ്ട് എന്ന് മാത്രമല്ല, അത് ഖുർആനിനും സുന്നത്തിനോട് നേരിട്ട് ഏറ്റുമുട്ടുന്നതല്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാലോ
നമ്മുടെ സഹോദരങ്ങൾ പറഞ്ഞ, അതല്ലെങ്കിൽ നമുക്കാരാണോ നേതൃത്വം നൽകുന്നത്, അവർ പറഞ്ഞ അഭിപ്രായങ്ങളിലേക്ക് മടങ്ങുകയും ചെയ്യാം. ഈ മര്യാദ അപ്പുറവും ഇപ്പുറവും ഒക്കെ കാണിക്കപ്പെട്ടാൽ ഒട്ടനവധി ഫിത്നകളിൽ നിന്ന്, ഫസാദുകളിൽ നിന്ന് ഈ ഉമ്മത്തിന്, ഈ കൂട്ടായ്മക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹും സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ഈ വിഷയം പറഞ്ഞു പോയപ്പോ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹും പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂല് ചെയ്യാത്തത് ഞാൻ എങ്ങനെ ചെയ്യുന്നാണ്. അദ്ദേഹം കൂട്ടാക്കിയില്ല. ഇവർ രണ്ടുപേരും നിരന്തരം മുറാജഅ നടത്തി, നിരന്തരം പോയി ബന്ധപ്പെട്ടു, അതിന്റെ വിഷയങ്ങളൊക്കെ പറഞ്ഞെടുത്തു. എന്നാൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവോ അബൂബക്കർ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവോ ഒരു അഭിപ്രായം പറഞ്ഞത് സ്വീകരിക്കാത്തതിന്റെ പേരിൽ കുറച്ചാളെ കൂട്ടി പുറത്തുപോയോ? ഇല്ല. കുറച്ചാളുകളെയും കൂട്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ഒരു സമരവുമായി വന്നോ? ഇല്ല. മറിച്ച് ആ വിഷയം മാന്യമായി ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. വിഷയം ബോധ്യപ്പെട്ടാൽ കക്ഷിത്വങ്ങൾ ഒഴിവാക്കി എന്ത് ചെയ്യുക? മസ്ലഹത്തിലേക്ക് മടങ്ങുക. എന്തൊരു സുഖമുണ്ട്, എന്തൊരു സമാധാനമുണ്ട്, എന്തൊരു ശാന്തിയുണ്ട് അങ്ങനെയുള്ള സമീപനങ്ങൾ. ഇപ്രകാരം ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും തെളിവുകൾ മനസ്സിലാക്കിക്കൊണ്ട് നല്ല നിലക്ക് ദീനീപരമായ വിഷയങ്ങളിൽ, ദഅ്വാ മേഖലകളിൽ ദലീലുകളുടെ പിൻബലത്തോടുകൂടി പ്രവർത്തിക്കുവാൻ ഞാനും നിങ്ങളും, ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ സഹോദരങ്ങളും തയ്യാറായാൽ അത് വമ്പിച്ച മാറ്റത്തിനും നന്മക്കും കാരണമായി തീരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതാണ് എനിക്ക് ഇന്ന് സലഫി സംഘടിത ദഅവത്തും സലഫി മൻഹജും എന്ന വിഷയത്തിലെ ഒരു പൂർത്തീകരണം എന്നോണം. ഇനിയും ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്, മറ്റു സന്ദർഭങ്ങളിലാവാം. പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞു 2 സെഷനുകളിലായി. അതിൽ ഒന്ന് ഇതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്.